മൂന്നാർ ഗ്യാപ്പ് റോഡിൽ സാഹസിക യാത്രകൾക്ക് ഒരു അറുതിയുമില്ല. കുട്ടികളെ കാറിന്റെ ഡോറിലിരുത്തി വാഹനം ഓടിച്ചു എന്ന പുതിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കർണാടക രജിസ്ട്രേഷൻ വാഹനത്തിലാണ് ഈ അപകട യാത്ര നടത്തിയത്. അതിന്റെ ദൃശ്യങ്ങളിലേക്ക് ആദ്യം. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രാഹുൽ, നമ്മൾ ഇന്നലെ ഇതേ സമയത്ത് മറ്റൊരു വാർത്ത ഇതേ രീതിയിൽ റിപ്പോർട്ട് ചെയ്തതാണ്. അന്ന് നമ്മൾ ആ സമയത്ത് ഇന്നലെ അതിന്റെ പ്രശ്നങ്ങളും അതിന്റെ അപകട സാധ്യതകളെ കുറിച്ചൊക്കെ വലിയ രീതിയിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അതാ വീണ്ടും അത്തരത്തിൽ തന്നെയുള്ള മറ്റൊരു സംഭവം. പക്ഷേ ഇത് കുറച്ചുകൂടി ഗൗരവമാണ്. കാരണം കുഞ്ഞു കുട്ടികളാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ അവിടെ മൂന്നാർ ഗ്യാപ്പ് റോഡിൽ ഒരുപാട് വളവുകളും തിരിവുകളും ഒക്കെ ഉള്ളതാണ്. അതിലൂടെയാണ് ഈ രീതിയിലുള്ള അപകട യാത്ര. ഇതൊന്നും തടയാനുള്ള ശ്രമങ്ങൾ അവിടെ അധികൃതരുടെ ഭാഗത്തുണ്ടാവുന്നില്ലേ രാഹുൽ? പ്രജിൻ, അത് തന്നെയാണ്. എത്രയൊക്കെ നടപടിയെടുക്കുമെന്ന് പറഞ്ഞാലും ഈ അപകട യാത്രകൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള നടപടിയാണ് ഉണ്ടാകേണ്ടത്. പക്ഷേ അത് കാര്യക്ഷമമായിട്ട് നടക്കുന്നില്ല എന്നുള്ളതാണ് ഓരോ ദിവസവും പുറത്തേക്ക് വരുന്ന വാർത്തകൾ അല്ലെങ്കിൽ ദൃശ്യങ്ങൾ വ്യക്തമാക്കി തരികയും ചെയ്തത്. ഇന്നലെ ഒരു ബസ്സിന് മുകളിൽ കയറി നിന്ന് യുവാക്കളുടെ അഭ്യാസ പ്രകടനവും സാഹസിക യാത്രയും ആയിരുന്നുവെങ്കിൽ ഇന്നൊരു കാറിലാണ്, കാറിന്റെ ഡോറിൽ കയറി ഇരുന്നുകൊണ്ടാണ് യാത്ര ചെയ്യുന്നത്. അത് രണ്ടും കുട്ടികളാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു കുട്ടി വലിയ കോട്ട് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് മുഖം വ്യക്തമല്ല, ആളെ വ്യക്തമല്ല. മുൻപിലിരിക്കുന്ന കുട്ടി അത് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്, ചെറിയ കുട്ടിയാണെന്നുള്ളത് അറിയാൻ കഴിയുന്നുണ്ട്. മാതാപിതാക്കളായിരിക്കാം ഒപ്പം ഉണ്ടായിരുന്നത്. എന്തായാലും അവർ കാര്യമായിട്ട് തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. കർണാടക രജിസ്ട്രേഷൻ വണ്ടിയാണ്. പലപ്പോഴും ഇത്തരത്തിലുള്ള ഗതാഗത നിയമലംഘനമൊക്കെ നടത്തുന്നത് കേരളത്തിന് പുറത്തുനിന്ന് വരുന്ന വാഹനങ്ങളാണ് കൂടുതലും. കേരളത്തിൽ നിന്നുള്ള ആളുകളും ഈ വാർത്തകളൊക്കെ കണ്ടതിന് ശേഷവും ഇത്തരത്തിൽ സാഹസിക യാത്രയൊക്കെ നടത്താറുണ്ട്. എങ്കിൽ കൂടിയും താരതമ്യേന കൂടുതൽ കേരളത്തിന് പുറത്തുനിന്ന് വരുന്ന ആളുകളാണ് ഇത്തരത്തിൽ ഗതാഗത രാഹുൽ, ഇതാണ്